കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ അറസ്റ്റിലായ 2-3 വർഷ വിദ്യാർത്ഥികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സാമുവൽ ജോൺസൺ, ജീവ NS, KP രാഹുൽ രാജ്, C റുജിൽജിത്ത്, വിവേക് NP എന്നിവരെ ഇന്നലെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ഉണ്ട്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു സംഭവമാണിത്. കാരണം ഈ കുട്ടികളുടെ മൊഴികളനുസരിച്ച് അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ അനുസരിച്ച് വിവരിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള അതിക്രൂരമായ പീഡനത്തിന് ഇവർ ഇരയായിട്ടുണ്ട്. ശാരീരിക മാനസിക പീഡനത്തിന് ഇരയായിട്ടുണ്ട്. ഇപ്പോൾ ഈ സംഭവത്തിലെ പോലീസ് നടപടികൾ എന്തൊക്കെയാണ്? സേതു, ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ സംഭവത്തിലെ പ്രതികൾ 5 വിദ്യാർത്ഥികളെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രിയോടുകൂടി അറസ്റ്റ് നടപടികളൊക്കെ പൂർത്തീകരിച്ചിരുന്നു. തുടർന്ന് ഇന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്ന നടപടിയാണ് ഉണ്ടാവുക. ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നിലവിൽ പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. 5 വിദ്യാർത്ഥികളെയാണ് ഇതുമായി ബന്ധപ്പെട്ട്, ഈ റാഗിംഗ് കേസുമായി ബന്ധപ്പെട്ട് ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2-3 വർഷ ബിരുദ വിദ്യാർത്ഥികളാണ്. ജനറൽ നഴ്സിംഗ് വിഭാഗത്തിലെ സാമുവൽ ജോൺസൺ, ജീവ NS, KP രാഹുൽ എന്നിവർ 3-ാം വർഷ ബിരുദ വിദ്യാർത്ഥികളാണ്. C റുജിൽജിത്ത്, വിവേക് NP എന്നിങ്ങനെയുള്ള 2-ാം വർഷ ബിരുദ വിദ്യാർത്ഥികളും ഈ കൂട്ടുപ്രതികളായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 5 വിദ്യാർത്ഥികളും നിലവിൽ ഇപ്പോൾ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഒപ്പം ഇവർ 5 പേരെയും ഇന്നലെ വൈകിട്ടോടുകൂടി ഈ ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ കോളേജ് തലത്തിലുള്ള നടപടിയും വിദ്യാർത്ഥികൾക്കെതിരായിട്ട് ഉണ്ടായിരുന്നു. എന്തായാലും ഇവർക്കെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള പരാതി വളരെ ഗൗരവപൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥികളെ ക്രൂരമായ രീതിയിലാണ് ഇവർ റാഗിംഗ് നടത്തിയിരിക്കുന്നത്. ഇവരെ കോമ്പസ് പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുറിപ്പെടുത്തി, അതോടൊപ്പം തന്നെ ജിംനേഷ്യത്തിൽ ഉപയോഗിക്കുന്ന ഡമ്പൽ പോലെയുള്ള ഉപകരണങ്ങൾ ഇവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ കെട്ടിത്തൂക്കിയിട്ട് വേദനിപ്പിച്ചു തുടങ്ങിയിട്ടുള്ള വളരെ ഗൗരവകരമായിട്ടുള്ള കുറ്റങ്ങളാണ് ഈ പ്രതികൾക്കെതിരായിട്ട് നിലവിൽ പോലീസ് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ വർഷം 2024 നവംബർ മാസം മുതൽ ഇത്തരത്തിലുള്ള ക്രൂരമായ രീതിയിലുള്ള റാഗിങ്ങുകൾ ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നിരുന്നതായിട്ടും പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ ദൃശ്യങ്ങൾ ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഈ പ്രതികളുടെ ഫോണിൽ നിന്ന് തന്നെ പോലീസിന് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ ഇത്തരത്തിൽ റാഗിംഗ് ചെയ്യുമ്പോൾ അതൊക്കെ മൊബൈലിൽ ചിത്രീകരിച്ച് സൂക്ഷിച്ചിരുന്നു. പ്രതികളെ ഇന്നലെ പിടികൂടിയതിനു ശേഷം അവരുടെ ഫോണുകൾ പരിശോധിച്ചപ്പോൾ ഈ ദൃശ്യങ്ങൾ പോലീസിന് കണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്തായാലും അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പ്രതികളുടെ ശിക്ഷ അല്ലെങ്കിൽ വകുപ്പുകളടക്കം കൃത്യമായിട്ട് ചുമത്തിക്കൊണ്ടുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുന്നുണ്ടാവുക. നേരത്തെ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഈ വിദ്യാർത്ഥികളിൽ ഒരാൾ 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥികളിൽ ഒരാളോട് പണം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ വിദ്യാർത്ഥിയുടെ കയ്യിൽ കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ട് അവനെ കർണക്കുറ്റിക്ക് അടിച്ചുകൊണ്ട് ക്രൂരമായ രീതിയിൽ ഉപദ്രവിച്ചു. തുടർന്ന് വലിയ മാനസിക വിഷമത്തിലായ ആ 1-ാം വർഷ വിദ്യാർത്ഥി വീട്ടിൽ വിളിച്ച് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയായിരുന്നു. തുടർന്ന് വീട്ടുകാരാണ് കോളേജ് അധികൃതരെ ഈ വിവരം ധരിപ്പിക്കുന്നത്. കോളേജ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആന്റി റാഗിംഗ് പരിശോധനകളുടെ ഭാഗമായിട്ട് നടത്തിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി ഇന്നലെ വൈകിട്ട് 3 മണിയോടുകൂടി സ്വീകരിച്ചത്. അതിനുശേഷം കോളേജ് അധികൃതരാണ് ഈ വിവരം ഗാന്ധിനഗർ പോലീസിനെ അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തി വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം FIR ഇട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി 5 പ്രതികളെയും അറസ്റ്റ് ചെയ്യും. അതിനുശേഷം റിമാൻഡിലാകാനാണ് സാധ്യത എന്നാണ് നിലവിൽ ഈ പോലീസ് വൃത്തങ്ങൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ശരി ഗോകുൽ.